എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ കുറച്ച് വിവരങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ മാസം 1. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1956 നവംബർ മാസം 1. അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് 1956 നവംബർ മാസം 1 കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ. അപ്പോൾ എന്താണ് 1956 നവംബർ മാസം 1 കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. നെക്സ്റ്റ്, കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശമാണ് 8 ഡിഗ്രി 17 30 നോർത്തിനും 12 ഡിഗ്രി 47 40 നോർത്തിനും ഇടയ്ക്ക്. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശമാണ് 8 ഡിഗ്രി 17 30 നോർത്തിനും 12 ഡിഗ്രി 47 40 നോർത്തിനും ഇടയ്ക്ക്. ഇനി കേരളം ഉൾപ്പെടുന്ന രേഖാംശം ചോദിച്ചു കഴിഞ്ഞാൽ 74 ഡിഗ്രി 27 47 ഈസ്റ്റിനും 77 ഡിഗ്രി 37 12 ഈസ്റ്റിനും ഇടയ്ക്ക്. ഒരിക്കൽ കൂടി പറയാം, കേരളം ഉൾപ്പെടുന്ന രേഖാംശമാണ് 74 ഡിഗ്രി 27 47 ഈസ്റ്റിനും 77 ഡിഗ്രി 37 12 ഈസ്റ്റിനും ഇടയ്ക്ക്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ വിസ്തീർണമാണ് 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം ചതുരശ്ര മൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ 15,005. കേരളത്തിൻ്റെ വിസ്തീർണമാണ് 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇനി അത് ചതുരശ്ര മൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ 15,005. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ജനസാന്ദ്രതയാണ് 859 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ജനസാന്ദ്രതയാണ് 859 ചതുരശ്ര കിലോമീറ്റർ. അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. നെക്സ്റ്റ് ഒരു ചോദ്യം, വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 21ാം സ്ഥാനം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 21. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. 2023 സെപ്റ്റംബർ മാസം 5 എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കി ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. 2023 സെപ്റ്റംബർ മാസം 5 എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കിക്ക് ഈ നേട്ടം കൈവരിച്ചത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇടുക്കിയുടെ ആകെ വിസ്തീർണമാണ് 4,612 ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കിയുടെ ആകെ വിസ്തീർണമാണ് 4,612 ചതുരശ്ര കിലോമീറ്റർ. ഇനി ഇടുക്കിയുടെ മുൻപത്തെ വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ 4,358. അപ്പോൾ ഇടുക്കിയുടെ നിലവിലെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്ററും മുൻപത്തേത് 4,358. നെക്സ്റ്റ്, പാലക്കാടിൻ്റെ ആകെ വിസ്തീർണം 4,482 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ പാലക്കാടിൻ്റെ ആകെ വിസ്തീർണമാണ് 4,482 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ്, വിസ്തീർണത്തിൽ എറണാകുളത്തിൻ്റെ സ്ഥാനമാണ് 5. മുൻപ് ഇത് 4ാം സ്ഥാനമായിരുന്നു. അപ്പോൾ വിസ്തീർണത്തിൽ എറണാകുളത്തിൻ്റെ സ്ഥാനമാണ് 5. മുൻപ് ഇത് 4ാം സ്ഥാനമായിരുന്നു. നെക്സ്റ്റ്, വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൻ്റെ വിസ്തീർണമാണ് 3,032 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച് വിസ്തീർണത്തിൽ 4ാം സ്ഥാനമുള്ള ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൻ്റെ വിസ്തീർണമാണ് 3,032 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, എറണാകുളത്തിൻ്റെ പുതിയ വിസ്തീർണമാണ് 2,924 ചതുരശ്ര കിലോമീറ്റർ. പഴയത് 3,068. അപ്പോൾ എറണാകുളത്തിൻ്റെ പുതിയ വിസ്തീർണമാണ് 2,924 ചതുരശ്ര കിലോമീറ്റർ. പഴയത് 3,068. നെക്സ്റ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 13. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 13ാം സ്ഥാനം.
നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 3. അപ്പോൾ നമ്മൾ പറഞ്ഞത് ജനസംഖ്യയുടെ കാര്യത്തിൽ 13ാം സ്ഥാനവും ജനസാന്ദ്രതയുടെ കാര്യത്തിൽ കേരളത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ 3ാം സ്ഥാനവുമാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? 2.76%. അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.76%. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്കാണ് 4.91%. കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്കാണ് 4.91%. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്കാണ് 94%. അപ്പോൾ കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്കാണ് 94%. ഇനി 2023 റവന്യൂ ഗൈഡ് പ്രകാരം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 90.92%. അപ്പോൾ സാധാഗതിയിൽ കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് ചോദിച്ചാൽ 94%. 2023 റവന്യൂ ഗൈഡ് പ്രകാരം കേരളത്തിൻ്റെ സാക്ഷരത ചോദിച്ചു കഴിഞ്ഞാൽ 90.92%. ഇനി കേരളത്തിലെ സ്ത്രീ സാക്ഷരതാ നിരക്കാണ് 92.1%. ഇനി പുരുഷ സാക്ഷരതാ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 96.1%. അപ്പോൾ കേരളത്തിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.1ഉം പുരുഷ സാക്ഷരതാ നിരക്ക് 96.1ഉമാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ അതിർത്തികളെക്കുറിച്ച് പരിചയപ്പെടാം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം, കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ, കേരളത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ് കർണാടകം, തെക്ക് കിഴക്കായിട്ട് തമിഴ്നാട്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കേ ഭാഗത്താണ് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, വടക്ക് കിഴക്കായിട്ട് കർണാടക, തെക്ക് കിഴക്കായിട്ട് തമിഴ്നാട്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളമാണ് 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളമാണ് 560 കിലോമീറ്റർ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യമാണ് 590 കിലോമീറ്റർ. എന്താണ്? കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യമാണ് 590 കിലോമീറ്റർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളം 560 കിലോമീറ്ററും, എന്നാൽ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം ഒരു 30 കിലോമീറ്റർ കൂടുതലാണ്, അതായത് 590 കിലോമീറ്ററുമാണ്. ഈ 590 കിലോമീറ്റർ എന്ന കടൽ തീര ദൈർഘ്യം നമ്മളെങ്ങനെ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ കേരള ജലസേചന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരമാണ്. ഇനി നമുക്ക് ജില്ലകളെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ പരിശോധിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. നെക്സ്റ്റ്, ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. എന്നാൽ ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. അപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടുമാണ്. നെക്സ്റ്റ്, ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. അപ്പോൾ നമ്മളോട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്കും ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാലും മലപ്പുറം തന്നെയാണ്. പിന്നെയുള്ളത് ഈ മലപ്പുറത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ശതമാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 13.39%. അപ്പോൾ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയായിട്ടുള്ള മലപ്പുറത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ശതമാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 13.39%. നെക്സ്റ്റ്, ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ ശതമാനം കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ -3.12%. അപ്പോൾ എന്താ പറഞ്ഞത്? ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടേത് വരുന്നത് മൈനസാണ്, -3.12%. നെക്സ്റ്റ്, ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം. എന്നാൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. അപ്പോൾ ജനസാന്ദ്രതയുടെ കാര്യം വരുമ്പോൾ അത് ഏറ്റവും കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം, എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. നെക്സ്റ്റ്, സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. എന്താണ്? കേരളത്തിൽ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട, എന്നാൽ സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് പാലക്കാട്. അപ്പോൾ സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടുമാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കടൽ തീരം കൂടുതൽ ഉള്ള ജില്ലയാണ് കണ്ണൂർ, എന്നാൽ കേരളത്തിലെ കടൽ തീരം കുറവുള്ള ജില്ലയാണ് കൊല്ലം. അപ്പോൾ കടൽ തീരം ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂരും
കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലവുമാണ്. നെക്സ്റ്റ്, കടൽ തീരം ഉള്ളതിൽ വെച്ച് വലിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം. എന്താണ്? കടൽ തീരം ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. ഇനി കടൽ തീരം ഉള്ളതിൽ വെച്ച് ചെറിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ. എന്താണ്? കടൽ തീരം ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. നെക്സ്റ്റ്, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ 1136:1000 ആണ്. അതായത് 1136 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന കണക്കാണ്. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ, എന്നാൽ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. ഇനി ഇടുക്കിയുടെ സ്ത്രീ പുരുഷ അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ 1006:1000, അതായത് 1006 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന തോതിൽ. അപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ? സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരും സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. അപ്പം എന്താ പറഞ്ഞത്? തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല തിരുവനന്തപുരവും തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം. എന്താണ്? ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം. നെക്സ്റ്റ്, ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് വയനാട്. അപ്പോൾ വാഹന രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എറണാകുളത്തും ഏറ്റവും കുറവ് വയനാടുമാണ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. എന്താണ്? കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. എന്താണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. അടുത്തത്, നഗരവാസികൾ കൂടുതൽ ഉള്ള ജില്ലയാണ് എറണാകുളം. അപ്പോൾ നഗരവാസികൾ കൂടുതൽ ഉള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളമാണ്. നെക്സ്റ്റ്, ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതൽ ഉള്ള ജില്ലയാണ് എറണാകുളം. അപ്പോൾ 2 ഫാക്റ്റ് ഉണ്ട് അവിടെ. നഗരവാസികൾ കൂടുതൽ ഉള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാലും ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതൽ ഉള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസറാണ് എറണാകുളം. നെക്സ്റ്റ്, ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. എന്താണ്? ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ലയാണ് വയനാട്. നെക്സ്റ്റ്, ഹിന്ദുക്കൾ കൂടുതൽ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ളത്. നെക്സ്റ്റ്, മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ള ജില്ലയാണ് മലപ്പുറം. അത് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, കാരണം കോഴിക്കോടാണോ മലപ്പുറമാണോ എന്ന്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക, മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ള ജില്ലയാണ് മലപ്പുറം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ക്രിസ്ത്യാനികൾ കൂടുതൽ ഉള്ള ജില്ലയാണ് എറണാകുളം. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ഹിന്ദുക്കൾ കൂടുതൽ ഉള്ളത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ള ജില്ലയാണ് മലപ്പുറം. നെക്സ്റ്റ്, ക്രിസ്ത്യാനികൾ കൂടുതൽ ഉള്ള ജില്ലയാണ് എറണാകുളം. അടുത്തൊരു ഫാക്റ്റ്, ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട്. നെക്സ്റ്റ്, ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് വയനാട്. അപ്പോൾ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ പാലക്കാടും പട്ടികജാതിക്കാർ ഏറ്റവും കുറവ് വയനാടുമാണ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള ജില്ല. നേരത്തെ പറയുന്നത് പട്ടികജാതിക്കാരാണ്, ഇപ്പോൾ പറയുന്നത് പട്ടികവർഗക്കാരെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള ജില്ലയാണ് വയനാട്, എന്നാൽ ഏറ്റവും കുറവ് പട്ടികവർഗക്കാർ ഉള്ള ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ വയനാടും പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയിലുമാണ്. നെക്സ്റ്റ്, ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. എന്താണ്? ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള ജില്ലയാണ് ഇടുക്കി. അപ്പോൾ കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. അടുത്തൊരു ഫാക്റ്റ്, ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി. എന്താണ്? ഏറ്റവും കൂടുതൽ വനമേഖല ഉള്ള ജില്ലയാണ് ഇടുക്കി. നെക്സ്റ്റ്, ഏറ്റവും കുറവ് വനമേഖലയുള്ളത് ആലപ്പുഴയിലാണ്. അപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ? വനമേഖല ഏറ്റവും കൂടുതൽ ഇടുക്കിയിലും വനമേഖല ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം. എന്താണ്?
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം. ഇനി ഗ്രാമപഞ്ചായത്തുകൾ കുറവുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലും ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഫാക്റ്റുകളെല്ലാം ഞാൻ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മറ്റുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.